ജനുവരി 10-ാം തീയതി നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള നോവേന ആരംഭിക്കും. ഈ വർഷത്തെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയോട് കൂടിയാണ് അവിടുത്തെ നോവേന നടക്കുക. മുൻ വർഷങ്ങളിൽ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും തുടങ്ങുന്ന ദിവസവും മാത്രമാണ് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. ആ 9 ദിവസത്തെ നോവേന നടക്കുന്നതിൽ ഈ വർഷം മുതൽ എന്ന് ഞാൻ പറയുന്നത് ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയോടുകൂടിയാണ് അവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. 5:30 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. 6:30 കുർബാന തീരും. അത് കഴിഞ്ഞ് നൊവേന ഉണ്ടാകും. വിശിഷ്ട വൈദികരെ കൊണ്ട് ഓരോ ദിവസത്തെയും കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സെൻറ്റ് സെബാസ്റ്റ്യനെ കുറിച്ചുള്ളൊരു നല്ലൊരു സന്ദേശവും അവിടെ കേൾക്കാനാകും. അത് കഴിയുമ്പോൾ എല്ലാവരും വരുന്നത് നോവേനയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ വെടിക്കെട്ട് കാണാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ്. അതോടൊപ്പം തന്നെ അത് ഭക്തിസാന്ദ്രമാക്കാനും പുണ്യാളനോടും കഞ്ഞൂർ പള്ളിയോടും കൂടുതലൊരു ഹൃദ്യമായ ബന്ധം ഉണ്ടാകാനും വേണ്ടി വിശുദ്ധ കുർബാനയോടുകൂടി തന്നെ കർമ്മങ്ങൾ നടത്താനായിട്ട് പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം മുതൽ 11-ാം തീയതി മുതൽ ഈ പള്ളിയിലും രാവിലെ 5:30 മണിക്കും 7 മണിക്കും 10 മണിക്കും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടാകും. അപ്പോൾ 10-ാം തീയതി നൊവേനയുടെ ആരംഭം കുറിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:30-ക്ക്, എല്ലാ ദിവസവും പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കും 7 മണിക്കും 10 മണിക്കും വിശുദ്ധ കുർബാനയും സെൻറ്റ് സെബാസ്റ്റ്യനോടുള്ള നൊവേനയും ഈ പള്ളിയിലും ഉണ്ടാകും. 17-ാം തീയതിയാണ് നമ്മുടെ തിരുനാളിന് ഔപചാരികമായ തുടക്കം കുറിക്കുക കൊടിയേറ്റത്തോടുകൂടി രാവിലെ 9 മണിക്ക്. തുടർന്ന് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും തിരുക്കർമ്മങ്ങളും എല്ലാ വർഷവും നടത്താറുള്ള കർമ്മങ്ങളെല്ലാം തന്നെ നടക്കും. നൊവേന ലതിഞ്ഞ്, സാൽവേ ലതിഞ്ഞ്, പ്രസിഡന്തി എന്ന് പറഞ്ഞൊരു കാര്യം ഈ തിരുനാളിനില്ല. തിരുസ്വരൂപങ്ങൾ വെഞ്ചരിപ്പ്, ആഘോഷമായ ഭക്തി നിർഭരമായ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രദർശനങ്ങൾ നടക്കുന്ന ആ സംഭവം ഈ പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അത് 19-ാം തീയതിയും 20-ാം തീയതിയും ആ പ്രദർശനങ്ങളുണ്ട്. 19-ാം തീയതി വൈകുന്നേരമാണ് പ്രദർശനം. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രദർശനം ഇറങ്ങുന്നു, 3 മണിക്ക് തിരിച്ചെത്തുന്നു. അന്ന് വൈകിട്ട് പള്ളി ചുറ്റി ചെറിയൊരു പ്രദർശനത്തോടുകൂടി തിരുനാളിൻ്റെ ആദ്യത്തെ ഘട്ടത്തെ ശുശ്രൂഷകൾ തിരുക്കർമ്മങ്ങൾ അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും നോട്ടീസിൽ അറിയിക്കുന്നത് പോലെയുള്ള തിരുക്കർമ്മങ്ങൾ മുഴുവനും യഥാസമയങ്ങളിലൂടെ ഉണ്ടാകും. ഓരോ ദിവസവും സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ബാക്കി ദിവസങ്ങളിലൂടെ പള്ളി ഗ്രൗണ്ടിലും സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളും അതും ഉണ്ടാകും. 19-ാം തീയതിയും 20-ാം തീയതിയൊക്കെ ഇവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾക്ക് നിരാശരായി പോകാതിരിക്കാൻ കാര്യമാത്ര പ്രസക്തമായ ആഘോഷ പരിപാടികളിലൂടെ ഉണ്ടാകും. ആകാശവർണ്ണ വിസ്മയം അങ്ങനെ തുടങ്ങി എല്ലാവർക്കും കൺകുളിർക്ക് കണ്ടും മനസ്സിന് മുഴുവനും പൂർണ്ണമായ സന്തോഷവും ഉല്ലാസവും ഒക്കെ കിട്ടാവുന്ന രീതിയിലും അതിനേക്കാൾ ഉപരിയായി ദൈവത്തോടും പുണ്യാനോടും വളരെ ഏറ്റവും ഹൃദ്യമായ ആത്മാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ ആത്മീയ ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ് തിരുനാളിൻ്റെ കർമ്മങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുക. ഇതാണ് തിരുനാളിൻ്റെ ചുരുക്കം.